Hello and welcome back to Bincy's Homemade. ഇന്ന് നമ്മൾ ചക്കക്കുരു കൊണ്ട് ഒരു തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. 5 മിനിറ്റ് കൊണ്ട് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു തോരനാണിത്. അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് ചക്കക്കുരു എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് ഏകദേശം ഒരു 250 ഗ്രാം ഉണ്ടാവും. ഇതൊന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ചക്കക്കുരു പെട്ടെന്ന് വെന്ത് പോകുന്നതാണെന്നുണ്ടെങ്കിൽ കുക്കറിൽ ഇടണമെന്നില്ല. ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളത്തിലിട്ട് വേവിച്ചാൽ മതി. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് കുക്കർ അടച്ചു വെച്ച് ചക്കക്കുരു ഒന്ന് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലടിക്കുന്നവരെ വേവിച്ചാൽ മതിയാവും. കാരണം ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകരുത്. അപ്പോൾ പെട്ടെന്നൊക്കെ വേവുന്ന ചക്കക്കുരു ആണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തിളച്ച വെള്ളത്തിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. കുക്കർ ഒരു വിസിലടിക്കുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചക്കക്കുരു ഒന്നും ഓവറായിട്ട് വെന്തിട്ടില്ല. ഇപ്പോഴും ചെറുതായിട്ട് നല്ല കട്ടിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ പാകത്തിൽ തന്നെ ചക്കക്കുരു വേവിച്ചെടുക്കണം. ഇതൊന്ന് ചൂടാറി കഴിയുമ്പോൾ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം. ഇതിൻ്റെ കൂടെ നമ്മൾ ചക്കക്കുരു വേവിച്ച വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്. അങ്ങനെയാണെങ്കിൽ ഇത് കുഴഞ്ഞു പോകും. അപ്പോൾ ചക്കക്കുരു മാത്രം എടുത്തിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ ചക്കക്കുരു എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ചക്കക്കുരു വേവിക്കുന്ന സമയത്ത് വളരെ കുറച്ച് മാത്രമേ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരുപാട് മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര മഞ്ഞ കളറായി പോകും. അപ്പോൾ ഒരു 1/4 ടീസ്പൂണൊക്കെ ചേർത്താൽ മതിയാവും കേട്ടോ. ഇനി ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഇത് മൂപ്പിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിതിൽ എരിവിന് വേണ്ടിയിട്ട് വറ്റൽമുളക് ചതച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അല്ലാതെ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ വറ്റൽമുളകും കറിവേപ്പിലയും ഒന്നും മുരിഞ്ഞു വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 5 വലിയ ചുവന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെറിയതാണ് എടുക്കണമെന്ന് വെച്ചാൽ ഒരു 8 എണ്ണം വരെയൊക്കെ ചേർക്കാം. അതുപോലെ തന്നെ കുറച്ച് തേങ്ങ ചെറുകിയതും കൂടി ചേർത്തിട്ട് മൂപ്പിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഇതെല്ലാം ഒന്ന് വാടി തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് വറ്റൽമുളക് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂൺ വറ്റൽമുളക് ചതച്ചതാണ് ചേർത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ മസാലയിലേക്ക് മാത്രമായിട്ട് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ചക്കക്കുരുവിൽ നമ്മൾ ഓൾറെഡി അതിലേക്ക് പാകത്തിൻ്റെ ഉള്ള ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പം മസാലയ്ക്ക് മാത്രമായിട്ട് ആവശ്യമുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് ചതച്ചതും കൂടി ചേർത്ത് നന്നായി മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു ചേർത്ത് കൊടുക്കാം. ഈ ചക്കക്കുരു മസാലയുമായി ചേർത്തിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചക്കക്കുരു ആണെന്ന് തന്നെ തോന്നില്ല അല്ലേ? അതുപോലെ തന്നെ കഴിക്കുമ്പോഴാണെങ്കിലും ഇതിന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ചക്കക്കുരു തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ല ഒരു നാടൻ രുചിയിലുള്ള ഒരു ചക്കക്കുരു തോരനാണിത്. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. ഇനി മറ്റൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.